ഹലോ, എല്ലാവർക്കും മോണോലെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒരു യൂസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന്, എന്താണ് നമ്മളെ ഫംഗ്ഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ടാമത്തത്, അത് നമ്മളെ റിയൽ ബിസിനസ് കൺസെപ്റ്റിൽ ബിഗ് ഡാറ്റ വെച്ചിട്ട് എങ്ങനെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാമെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മറക്കാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഈ സ്ക്രീനിൽ കണ്ടോ, ഡി കോളത്തിൽ ഒരു വാല്യൂ ഉണ്ട്, എഫ് ജി കോളത്തിലും വാല്യൂ ഉണ്ട് അല്ലേ. ഓക്കെ, ഈ ഡി കോളത്തിലെ വാല്യൂ ഒറ്റ കോളത്തിലാണ് കിടക്കുന്നത്. അതിൽ ഒരു കോഡും കാണാം, ഒരു ഐഫണും കാണാം, ഒരു നെയിമും കാണാം. അതായത് 10100 ഐഫൺ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വാല്യൂ കാണുന്നുണ്ട്. ഓക്കെ, തൊട്ടപ്പുറത്ത് സെയിം വാല്യൂ തന്നെ 2 കോളത്തിൽ കാണുന്നുണ്ട് അല്ലേ. എഫ് കോളത്തിൽ ഒരു കോഡ് 10100, ഇതിൽ ജി കോളത്തിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഡി കോളത്തിലുള്ള വാല്യൂവിനെ എങ്ങനെ നമുക്ക് ഈ എഫ് ജി എന്ന കോളത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് മറ്റൊരു കോപ്പി എടുക്കുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട ഡാറ്റ ഏതാണോ ആ ഡാറ്റ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഓൾട്ട് ഡി ഇ പ്രസ് ചെയ്യുക. ഓൾട്ട് ഡി ഇ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷൻ കാണാം. ഒരു വിസാർഡാണിത്, ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു വിസാർഡാണ്. ഓക്കെ, കൺവേർട്ട് ടെക്സ്റ്റ് ടു കോളം വിസാർഡ്. ഒരു 3 സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഡെലിമിനേറ്റ് ഉണ്ട്, ഫിക്സഡ് വിഡ്ത്തും ഉണ്ട്. നമുക്കെന്ത് വേണം, ഈ കോഡിനെയും ഇവിടെ കാണിച്ചിരിക്കുന്ന കോഡിനെയും ഇതിൻ്റെ നെയിമിനെയും സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്തിൻ്റെ സെൻട്രലിൽ നിൽക്കുന്ന ഒരു ഫാക്ടറാണ് ഈ ഐഫൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഡെലിമിനേറ്റ് എന്ന കോളത്തിൽ ടിക്ക് ചെയ്യുന്നു. ഇവിടെ താഴെ നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ടാബ്, സെമി കോളൻ, കോമൻ, സ്പേസ് ഈ 4 വാല്യൂ വെച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതല്ലാത്ത വാല്യൂ ഉണ്ടെങ്കിൽ അതേഴ്സിൽ കൊടുക്കുക. നമുക്ക് ഇവിടെ ഐഫൺ ആണ് വരുന്നത്, അതേഴ്സിൽ കൊടുക്കുന്നു, ഒരു ഐഫൺ ഇടുന്നു. അപ്പോൾ ഇവിടെ താഴെ കണ്ടോ വാല്യൂ സ്പ്ലിറ്റായി വരുന്നത് കാണാം. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുന്നു, ഫിനിഷ് കൊടുക്കുന്നു. അപ്പോൾ എന്തായി, നമ്മൾ ആ ടേബിൾ 2ആയിട്ട് സ്പ്ലിറ്റായി. കോഡ് സ്പ്ലിറ്റായി, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ സ്പ്ലിറ്റായി, അതിൻ്റെ ഇടയിൽ നിന്ന് ഐഫൺ റിമൂവ് ആവുകയും ചെയ്തു. ഓക്കെ, ഇതൊരു മെത്തേഡ്, സ്പ്ലിറ്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ്. ടേബിൾ ഒന്നും കൂടെ നമ്മൾ കോപ്പി ചെയ്യുന്നു, താഴെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് ചെയ്യുന്നു, നേരത്തെ പോലെ സെലക്ട് ചെയ്യുന്നു, ഓൾട്ട് ഡി ഇ പ്രസ് ചെയ്യുന്നു. ഫിക്സഡ് വിഡ്ത്ത് എന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഡിഫോൾട്ടായിട്ട് ഫിക്സഡ് വിഡ്ത്തിൽ സെലക്ഷൻ വന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ കണ്ടോ ഒരു ആരോ കാണുന്നത്, അത് നമുക്ക് എവിടെയാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അവിടെ ആ ആരോ വെച്ചതിന് ശേഷം, 2 ആരോ ഇല്ല, ജസ്റ്റ് ഇവിടെയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഈ ഐഫൺ കഴിഞ്ഞിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ആരോ വയ്ക്കുന്നു, ജസ്റ്റ് പ്രസ് ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ വാല്യൂ സെപ്പറേറ്റ് ആയി. കണ്ടോ, കോഡ് സെപ്പറേറ്റ് ആയി, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെപ്പറേറ്റ് ആയി. ജസ്റ്റ് കോഡിൽ നിന്ന് നമുക്ക് ഐഫൺ റീപ്ലേസ് ചെയ്ത് കളയാം. ഫൈൻഡ് റീപ്ലേസ് യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്തായി, കോഡ് സെപ്പറേറ്റ് കിട്ടി, അതിൻ്റെ ഡിസ്ക്രിപ്ഷനും സെപ്പറേറ്റ് കിട്ടി. ഓക്കെ, അതാണ് നമ്മളിവിടെ കണ്ടുവച്ചിട്ടുള്ളത്. ടേബിൾ, അതിൻ്റെ കോഡ് സെപ്പറേറ്റ്, ഡിസ്ക്രിപ്ഷൻ സെപ്പറേറ്റ്. ഇതാണ് ഈ ഒരു ആക്ടിവിറ്റിയാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ യൂസ് വരിക നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചധികം ഡാറ്റയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യൂസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബിഗ് ഡാറ്റ എന്നൊരു ഷീറ്റിലേക്ക് പോകുന്നു. ഇതെങ്ങനെ നമുക്ക് റിയൽ ബിസിനസ് കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് നമ്മുടെ കുറച്ച് അസറ്റിൻ്റെ ലിസ്റ്റാണ്. ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 70 കണ്ടോ 71ഓളം അസറ്റ് ഉണ്ട്. അസറ്റിൻ്റെ നെയിം ഇവിടെ കാണുന്നുണ്ട്, അതായത് ചിലപ്പോൾ റോസ് ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കോഡ് കാണാം, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കാണാം, അതിൻ്റെ ഇടയിലൊരു ഐഫോൺ കാണാം. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? മാനുവലി ചെയ്യാന്നുണ്ടെങ്കിൽ ഓരോ കോഡ് എടുത്ത് സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത് പോസിബിളാണ്, അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം, കോഡിനെ ഇതിനെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അവിടെ ഉപയോഗിച്ച സെയിം ഫംഗ്ഷൻ ടേബിൾ ഫുള്ള് സെലക്ട് ചെയ്യുന്നു, ഓൾട്ട് ഡി ഇ പ്രസ് ചെയ്യുന്നു. ഓക്കെ, അതിൽ
ഫിക്സഡ് വിഡ്ത്ത് എന്ന് സെറ്റ് രണ്ട് ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഐഫൺ ഇട്ടുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫിക്സഡ് വിഡ്ത്ത് കൊണ്ട് യൂസ് ചെയ്യാം. ഫിക്സഡ് വിഡ്ത്ത് സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഈ ഐഫൺ കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നു, ഫിനിഷ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായി, നമുക്കിവിടെ വാല്യൂ സ്പ്ലിറ്റായി. എന്നിട്ട് നമ്മൾ കോഡിൽ നിന്ന് എന്തോ ഐഫൺ റീപ്ലേസ് ചെയ്യുന്നു. കോഡിൽ നിന്ന് കൺട്രോൾ F പ്രസ് ചെയ്ത് ഐഫൺ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് കോഡുമായി സെപ്പറേറ്റ് നെയിമായി നമ്മൾ ടേബിളിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്തായി, നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടൊരു കോഡ് കിട്ടി, നെയിം കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നത്തെ ഡാറ്റ എങ്ങനെ ഉണ്ടായിരുന്നു, ഇത് കമ്പൈൻ ചെയ്തിട്ടുള്ള ഡാറ്റ ആയിരുന്നു. ഇതിനെ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, അസറ്റിൻ്റെ കോഡ് സെപ്പറേറ്റ് ആക്കി, നെയിം സെപ്പറേറ്റ് ആക്കി നമ്മളിവിടെ കണ്ടു. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.